എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. പറച്ചോനെ, ഇന്ന് കക്കൂസിന്റെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പണിക്കാർ വരുമെന്ന് ആ ജോസ് പറഞ്ഞതാണ്. കാണുന്നില്ലല്ലോ. ഇവിടെ ആണെങ്കിൽ നാറിയിട്ട് നിക്കാൻ പറ്റുന്നില്ല. അല്ലാ, വന്നല്ലോ പണിക്കാര്. സമാധാനായി. വരി വരി വരി, നമ്മള് നോക്കിയിരിക്കുന്നു. വേഗം തുടങ്ങിക്കോളി. ക്യാവോലല്ല, ടാങ്ക് ടാങ്ക്, കക്കൂസിന്റെ ടാങ്ക്. അത് ക്ലീൻ ചെയ്യണം, ക്ലീൻ. ബദരീങ്ങളെ ഉമ്മാരെന്താണ് പറയണത്? ആപ്പ് വെക്കാനോ? ഞമ്മളെ പോലെ വന്നിട്ട് ഞമ്മക്ക് ആപ്പ് വെക്കാനോ? കടന്നു പോയിണ്ട അവിടുന്ന്. ഓ ഓടാ അവിടുന്ന്. എനിക്ക് ഗഫൂറിന്റെ സ്വഭാവം അറിയൂല. ഇറഞ്ഞാൽ കൊമ്പനാണ്, കൊമ്പൻ. കൊമ്പൻ ഹേ കൊമ്പൻ. പോഹേ പോകാൻ ഹേ ഓ വരാലെ. പറച്ചോനെ, നാട് മുഴുവൻ ഇന്ത്യക്കാരെ കൊണ്ട് നിറഞ്ഞല്ലോ. അതേ, മീൻ കിട്ടിയിട്ടില്ല. മീൻ വാങ്ങിക്കൊണ്ടുവന്നാ ചോറ് തിന്ന, അല്ലെങ്കിൽ വെറുംചോറ് മിണുങ്ങേണ്ടി വരും. അല്ല, വെറുംചോറ് എങ്ങനെയാണ് മിണുങ്ങ? ഇപ്പൊ വാങ്ങിയാലോ സൂറാബിയെ? അല്ല, ഈ മത്തിക്ക് എന്താണ് വില? മത്തി ഹേ 10 രൂപയ്ക്കോ 4 മിലേഗാ. പറച്ചോനെ, കടിച്ചതിനും വലുത് മാളത്തിലോ? മോനെ, മത്തിക്ക് എത്രയാണ്? 10 രൂപയ്ക്കോ 4. എടോ, ചാറ് വെക്കാനാണ് മത്തി വാങ്ങണത്. അത് ഞമ്മക്കറിയാ. ഈ വില പറയ്. അരെ 10 രൂപയ്ക്കോ 4. പോയിനടാ അവിടുന്ന്. എന്റെ മീൻ ഞമ്മക്ക് വേണ്ട. ആഹാ, ഇതങ്ങനെ വിട്ടാ പറ്റൂല. ഈ നാട്ടിൽ ഇനിയുള്ള കാലം ജീവിക്കണമെങ്കിൽ മലയാളം മാത്രം അറിഞ്ഞിട്ട് കാര്യമല്ല. ഇന്ന് തന്നെ ഒരു വഴി ഉണ്ടാക്കണം. പഠിച്ചോനെ, ഇത്രയാളോ? എന്തായാലും ഞമ്മക്കും പഠിക്കണം ഹിന്ദി. അതല്ലാതെ മുന്നോട്ട് നാട്ടിൽ ജീവിക്കാൻ വേറെ നിവൃത്തിയില്ല. ആയ കാലത്ത് 2 ഹിന്ദി വാക്ക് പഠിക്കാത്തതിന്റെ സുയിപ്പ് ഞമ്മക്കിപ്പോഴാണ് മനസ്സിലായത്. അല്ലാ.